നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഒന്ന് കണ്ടോട്ടെ. ആദ്യം ആരൊക്കെയുണ്ട്, പരിചയമുള്ള ആരൊക്കെയുണ്ട്, അല്ലാത്തവരാരൊക്കെയാണ് ഉള്ളതെന്നും നോക്കിക്കോട്ടെ. ഇന്നത്തെ പ്രസ് മീറ്റിന് അത്ര വലിയ ഭീകരമായ ഉദ്ദേശമൊന്നുമില്ല കേട്ടോ. പ്രധാനമായിട്ടും ഞാൻ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ ഈ ഒരു എന്താ പറയുക, ഇലക്ഷനൊക്കെ നടക്കാൻ പോകുന്ന ഒരു സ്റ്റേജിൽ ഇറക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ഈ ഫെബ്രുവരി വരുന്ന 27-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. അപ്പം അതിനെല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും വേണം. അത്രേ ഉള്ളൂ, വേറെ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. എൽ ജഗദമ്മ 7ാം ക്ലാസ് ബി സ്റ്റേറ്റ് ഫസ്റ്റ് എന്നാണ് സിനിമയുടെ പേര്. അപ്പം നമ്മളൊരിക്കൽ ഒരു കഴിഞ്ഞ മെയ്യിൽ റിലീസ് ചെയ്യാനൊരു ശ്രമം നടത്തി. പക്ഷെ അന്ന് ഒരു ചെറിയ സാങ്കേതിക തടസ്സം അതിനുണ്ടായി. അത് ഡിസ്ട്രിബ്യൂട്ടറുമായിട്ടൊക്കെ ഉള്ള ഡിസ്ട്രിബ്യൂട്ടർക്കും സംഘടനയ്ക്കും തിയേറ്റേഴ്സുമായിട്ടൊരു ചെറിയ പ്രശ്നമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി കുറച്ച് ഷോസ് ഇട്ടിട്ട് നമ്മളത് പിൻവലിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ ഒരു നല്ല സീസൺ നോക്കി ഇറക്കാമെന്ന് വിചാരിച്ചു. കാരണം അങ്ങനെയുള്ളൊരു സീസണിൽ അത് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നോക്കി അപ്പോൾ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സീസൺ ഇത് തന്നെയാണെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടത് കൊണ്ട് നമ്മൾ ഇപ്പോൾ റിലീസ് ചെയ്യുകയാണ്. എന്തോ ആരാ? ഞാനോ? ഞാൻ അഭിനയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ജഗദമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാനാ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അതിനകത്ത്. മ്യൂസിക് കൈലാഷ് മേനോനാണ്, ക്യാമറ അനി നായർ. അങ്ങനെ അതാണ്. ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്, ഒരുപാട് പേര്, നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. രാഷ്ട്രീയം തന്നെയാണ് അതിൻ്റെ. രാഷ്ട്രീയത്തിന് വേണ്ടി ഉള്ളൊരു സിനിമ അല്ലെങ്കിൽ പോലും ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന കുറേ ലൈവായിട്ടുള്ള കുറേ കാര്യങ്ങളുടെ ഇടയിൽ നിന്നും ഒരു ക്യാരക്ടർ യാദൃശ്യമായിട്ട് രാഷ്ട്രീയത്തിലേക്കൊരു സ്ത്രീ എത്തപ്പെടുന്നു. അപ്പോൾ അതിനിടയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളിടത്താണ്. അതാണ് കഥയുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് അവർ വന്നത് നന്നായോ ഇല്ലയോ, ഇല്ല അങ്ങനെയുള്ളവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു മറുപടി ആയിരിക്കും. വളരെ സാധാരണക്കാർക്ക്, വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സ്ത്രീക്ക് ഇവിടെ വന്നാൽ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാവും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്ത്രീക്ക് അതൊന്നും ഒരിക്കലും അത്ര എളുപ്പമല്ല എന്നുള്ള തീരുമാനത്തിലാണോ അവരെത്തുന്നത്. അതല്ല, പൊരുതി നിന്നാൽ ഇവിടെ തൻ്റെ ഇഷ്ടത്തിനുള്ള കുറച്ച് കാര്യങ്ങളല്ലെങ്കിൽ താൻ വിചാരിക്കുന്ന രീതിയിൽ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യണോ അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമാണോ എന്നൊക്കെയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. സംവിധാനം ശിവപ്രസാദ്, എൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ഉള്ള കുറേ ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന് നാട്ടിൻപുറത്തുകാരനാണ് അദ്ദേഹം. അപ്പോൾ അവിടുത്തെ പഞ്ചായത്തൊക്കെ വളരെ സ്ട്രോങ് ആണ്. പൊതുവെ നമ്മുടെ കേരളത്തിലാണ് പഞ്ചായത്തുകളുടെ ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ ഇത്രയും ശക്തമാവുന്നത്. കാരണം ഞാൻ തമിഴ്നാട്ടിലല്ലേ. അപ്പോൾ അവിടെ എനിക്കറിയാം, അവിടത്തേക്കാളൊക്കെ വളരെ പ്രാധാന്യം എന്ന് പറയുന്നത് കേരളത്തിലെ പഞ്ചായത്തുകളുടെ ഒരു ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുപ്പിച്ചുള്ള ഒരു ബഹളമോ അത്ര വലിയ കാര്യങ്ങളോ ഒന്നും തമിഴ്നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കത് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി ആദ്യമായിട്ട് അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ. അപ്പോൾ അദ്ദേഹം ലൈവായിട്ട് കണ്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സും സംഭവങ്ങളും ഒക്കെയാണ് പ്രധാനമായിട്ടും. അല്ല, അങ്ങനെ ഒരു താരതമ്യം ചെയ്യാനൊന്നുമല്ല കേട്ടോ. അതാരാ ചോദിച്ചേ? അതെന്തോ സഹോദര അങ്ങനൊരു ചോദ്യം? തമിഴ്നാടിൻ്റെ പഞ്ചായത്ത് ഇവിടുത്തെ പഞ്ചായത്തും തമ്മിൽ താരതമ്യം ചെയ്യുന്നതാണോ നട്ടിച്ചയ്ക്ക് നമ്മുടെ പണി? അതല്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാ. ഞാൻ അവിടെയാണ് എൻ്റെ ഒരു 8-9 വയസ്സ് മുതൽ അവിടെ അങ്ങും കാണാത്തൊരു എന്താ പറയുന്ന ഒരു ഭയങ്കര വളരെയധികം പ്രാധാന്യമുള്ളൊരു
സംഗതി. പിന്നെ ഇടത്തരക്കാർ നാട്ടിൻപുറത്തുകാരാണെങ്കിലും നമ്മുടെ ആൾക്കാർ കമ്പാരിറ്റീവ്ലി വളരെ വിദ്യാഭ്യാസമുള്ളവരാണ്. കേരളം എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ അവിടെ ഇപ്പം വളരെയധികം ബെറ്റർ ആയിട്ടുണ്ടെങ്കിലും പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ഇതാണ്, നമ്മൾ സഹിക്കപ്പെടേണ്ടവരാണ് എന്ന് വിചാരിച്ച് അങ്ങ് പോവുമായിരുന്നു. ഇന്നത് റിയാക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ശക്തമായിട്ട്, കാലം മാറിയല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബന്ധുക്കൾ ഞാൻ നാട്ടിൽ വരുമ്പോഴൊക്കെ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുകയൊക്കെ ചെയ്യുമ്പം ഒരു ചെറിയ അത്ഭുതം അന്നൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തു. ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു സിനിമ കിട്ടുന്നത്. ഒരു ക്യാരക്ടർ വളരെ ഫ്രീഡത്തോടു കൂടി ഒരു ത്രൂ ഔട്ട് വേഷം ചെയ്യാൻ കിട്ടുന്നത്. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ.